പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വെജിറ്റേറിയൻ ഹോട്ടലുകളിലൊക്കെ ചെല്ലുമ്പോൾ പൂരിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ മസാല ദോശയുടെ കൂടെയൊക്കെ കിട്ടാറുള്ള നല്ലൊരു കിഴങ്ങ് മസാല റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതോടൊപ്പം തന്നെ 2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉഴുന്ന് പരിപ്പിട്ട് ഒന്ന് മൂത്ത് വരണം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ തുമരപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ തുമരപ്പരിപ്പിന് പകരമായിട്ട് നമുക്ക് പൊരിക്കടല വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് നിറം മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ സാദാ ജീരകവും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞതും 2-3 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയും പച്ചമുളകും കൂടി നമുക്കിതിലിട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഈ സമയത്ത് അല്ലെങ്കിൽ നമുക്ക് സവാള ഇടുന്നതിന് മുന്നേ ആയിട്ടും ചേർക്കാം. ഞാനിപ്പം സവാള ഇട്ടതിന് ശേഷമാണ് ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് മാത്രമാണ് ഇതുപോലെ കുറച്ച് സവാള മാറ്റി വെച്ചിട്ട് ആ ഒരു എണ്ണയിലേക്ക് നമ്മൾ ഈ ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി ഒന്ന് നന്നായി മൂത്ത് വരും. അതിനുശേഷം നമുക്ക് സവാള എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയും പച്ചമുളകും എല്ലാം നന്നായി വഴന്നു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഇതുപോലെ ആ എണ്ണയിൽ മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരണം. അതുവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കടലമാവ് ചേർത്ത് കൊടുക്കണം. ഇതുപോലൊരു 2 ടീസ്പൂൺ കടലമാവ് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഇതിനകത്തേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. കടലമാവിന് പകരം കോൺഫ്ലവറോ മൈദയോ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് ഓപ്ഷനിലാണ്. കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരുന്ന 3 ഉരുളൻകിഴങ്ങാണ്. അത് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അത് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ ഉരുളക്കിഴങ്ങ് നന്നായി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ ഉടച്ചെടുക്കണ്ട. ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടണം. അങ്ങനെ വേണം ഇത് ഉടച്ചെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ആവശ്യത്തിന് ചെറിയ ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഓൾറെഡി കിഴങ്ങ് നന്നായി വെന്തതായതുകൊണ്ട് തന്നെ നമുക്കിനി അധികം വേവിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കറി ഒന്ന് കുറുകി വന്നാൽ മാത്രം മതി. ഇതിലേക്ക് നമ്മൾ അധികമായിട്ട് മസാലകളൊന്നും ചേർക്കുന്നില്ല. മസാലകളായിട്ട് പെരിഞ്ജീരകം മാത്രമാണ് ചേർത്തിരിക്കുന്നത്. അല്ലാതെ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള ഒരു മസാലകളും നമ്മളിതിലേക്ക് ചേർത്തിട്ടില്ല. പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അവസാനമായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.